നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലിപ്പോൾ ആദ്യം വരുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ നിന്ന് 2 കാർഡ്സ് ചൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് കാർഡ് നമ്പർ 1. ഓക്കെ, കാർഡ് നമ്പർ 2. ഈ 2 കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് തിരഞ്ഞെടുക്കുക. അപ്പോൾ തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 2 പൈൽസും കാണിച്ചു തരുന്നതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ചയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ കാര്യമാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത്. നല്ലൊരു മിസ്സിങ് ഫീലിംഗ് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി ഒരുമിച്ച് പോകുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും ഒരുപാട് എഫേർട്ട് ഈ ഒരു പേഴ്സൺ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളൊരു ചിന്താഗതി ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എപ്പോഴും നിങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചറിൽ പോലും നിങ്ങളുടെ ഒരു സാന്നിധ്യം അവരോടൊപ്പം വേണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. പ്രത്യേകിച്ച് അകൽച്ചയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ സ്ട്രോങ് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അത്രമേൽ അവരുടെ ലൈഫിൽ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്ത പൈൽ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആ ഒരു പൈലിൽ പോസിറ്റീവ് എനർജി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായും ക്ലെയിം ചെയ്യുക.